ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷൈമ, ഞാൻ സൈക്കോളജിസ്റ്റാണ്. എൻ്റെ വീട് തിരൂർ തന്നെയാണ്. തിരൂർ തന്നെ 2 ക്ലിനിക്കിൽ സൈക്കോളജിസ്റ്റായി വർക്ക് ചെയ്യണു. തിരൂർ കുടുംബ കോടതിയിൽ അഡീഷണൽ കൗൺസിലറായി വർക്ക് ചെയ്യണു. അപ്പോൾ മാനസികാരോഗ്യമാണ് എൻ്റെ ജോലി മേഖല, തൊഴിൽ മേഖല, ഞാൻ കൈകാര്യം ചെയ്യണ ഏരിയ. ഇന്ന് നമ്മൾ ആദ്യമായിട്ടല്ല പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇതിൽ ആരെങ്കിലും ഒരാളുണ്ടോ ആദ്യമായിട്ട് പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ ആള്? ആണ്, കുറേ പേരുണ്ടല്ലേ. നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല? സ്കൂളിൽ സാധാരണ ടീച്ചേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ആയിട്ട് മയക്കുമരുന്നിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഒരുപാട് പാരന്റിങ് ക്ലാസ്സുകൾ പരക്കെ ഉണ്ടായിട്ടുണ്ട്. പാരൻസിന് ജനറൽ ബോഡി മീറ്റിങ്ങിൽ ക്ലാസ് ഉണ്ടാവും. അപ്പം ആദ്യമായിട്ട് പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യണവരുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷെ കൂടുതൽ ആളുകളും പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യേ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈലുകളിൽ പാരന്റിങ്ങിൻ്റെ ടിപ്സ് അതുപോലും കേൾക്കാത്തവരുണ്ടോ? ഇപ്പോൾ കൈപൊക്കിയവർ പാരന്റിങ് ക്ലാസ് നേരിട്ട് അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് പാരന്റിങ്ങിന് ഇന്ന ടിപ്സ് ഉപയോഗിക്കണം, പാരന്റിങ്ങിനെ കുറിച്ചിട്ട് ഇന്നൊരു ക്ലാസ്സിൻ്റെ വീഡിയോ ഇത് കണ്ടു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഒരു പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എന്താണ്? എന്തിനാണ് രക്ഷാകർതൃത്വത്തിന്റെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ചർച്ചകൾ കൊണ്ടുവരുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പം നമ്മളൊരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരുണ്ടായിട്ട് നൂറ്റാണ്ടുകളായി അല്ലേ? മനുഷ്യന്മാരുണ്ടായ കാലം തൊട്ടേ പാരന്റിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഇല്ലാന്ന് പറയുമോ? എതിർക്കുവോ? മനുഷ്യന്മാരുണ്ടായിരുന്ന കാലത്ത് നമ്മളിപ്പോൾ തൽക്കാലം ആ ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ എടുക്കാം. എങ്ങനെയാണ്? ഗുഹാവാസികളായിരുന്നു മനുഷ്യര്, കാട്ടിൽ താമസിച്ചിരുന്നവരായിരുന്നു, നാടോടികളായിരുന്നു അല്ലെ? ഇങ്ങനത്തെ ഒരു കാലത്തു നിന്നാണ് മനുഷ്യരിപ്പം എന്താ പറയാ, കറണ്ടിന്റെ സൗകര്യത്തിൽ നല്ല രീതിയിൽ മേശയും ബെഞ്ചും ഒക്കെ ഇട്ട് ഇരുന്ന് സംസാരിക്കണ ഒരു ഇതിലേക്ക് എത്തിയത്. ഇങ്ങനെയാണ് ഇന്ന് ചർച്ചകളുള്ളത്. അപ്പോൾ പണ്ട് ഗുഹാവാസികളായിരുന്ന മനുഷ്യരില്, നാടോടികളായിരുന്ന മനുഷ്യരിലൊക്കെ തന്നെ ഓരോരോ മേഖലകൾ വൈദഗ്ധ്യം നേടിയവര് അതാത് രീതികളിലുള്ള ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിന്തിച്ചു നോക്കി. നിങ്ങൾ ചെറിയ ബുദ്ധിയിൽ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ? അതായത് ഇപ്പം ഒരു കുട്ടീനെ ജനിച്ചുണ്ടായി ഗുഹാവാസികളായ ഒരു പാരൻസിന്. അപ്പോൾ അവിടെ ചുറ്റിലുള്ള ബാക്കി ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ളവരും കുറച്ച് മുതിർന്നവരും അതിലുള്ള എങ്ങനെ ഈ കുട്ടീനെ ആരോഗ്യം കേടുവരാതെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ ഈ കുട്ടീനെ ക്ഷൂദ്രജീവികള്, വന്യമൃഗങ്ങള്, നിലത്ത് കൂടി അരിക്കണ ജീവികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം പറഞ്ഞു കൊടുക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ എല്ലാ കാലത്തും പാരന്റിങ് ക്ലാസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടും അനൗൺസ്മെന്റ് നടത്തിയിട്ടും എല്ലാവരെയും ഗ്യാദർ ചെയ്തെങ്ങാണ്ട് ഒരു ഭാഗത്ത് ഇരുത്തി സമാധാനത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ പാരന്റിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ പാരൻസിനും അതാത് പ്രായത്തിലുള്ള മക്കളെ വളർത്താൻ ആവശ്യമുള്ള ഗൈഡ് ലൈൻസ്, നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ഓരോരോ സമൂഹവും ഓരോരോ രീതികളിൽ അത് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ സമൂഹങ്ങളും നടത്തുന്നുണ്ട്, പല രീതികളിൽ നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്കറിയാം അന്നത്തെ കാലത്ത് വീണ്ടും നമുക്ക് കാട്ടുവാസികളിലെ ഗുഹാവാസികളിലെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അന്നത്തെ കാലത്ത് കൂടുതൽ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അല്ലെ? ഇന്നും ഉണ്ട്, എന്നാലും അന്ന് കൂടുതലാണ്. അപകടങ്ങളിൽ പെട്ടുകഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ ഞാൻ എൻ്റെ വഴി ഒറ്റയ്ക്ക് തേടിപ്പോയി, ഞാൻ അച്ഛനെ പോലെ പോയിട്ട് കായ്ക്കനികൾ പറിക്കുകയും വന്യമൃഗത്തിനെ കൊല്ലുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു കൗമാരക്കാരനെ നമ്മളവിടെ തടയേണ്ടി വരും അല്ലേ? ഇല്ല, കാരണം ഇവർ ആദ്യമായിട്ട് പോകണം. അച്ഛൻ്റെ കൂടെ പിന്നാലെ പോയി അതിൻ്റെ അപകടങ്ങളൊക്കെ പഠിച്ച് ഓരോ മൃഗത്തിനും ഏത് സ്ഥലത്ത് ഒളിച്ചു നിന്ന് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ കുട്ടി മരിക്കാണ്ട് തിരിച്ചു വരുള്ളൂ. അതാണ് അന്നത്തെ അപകടം. അന്ന് കൗമാരക്കാരന് ഇഷ്ടമുള്ളത് അനിഷ്ടം കാട്ടിക്കഴിഞ്ഞാൽ കൗമാരക്കാരും മരിക്കണ ഒരൊറ്റ ഓപ്ഷനുള്ളൂ അല്ലേ പിന്നെ ചതഞ്ഞെന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഓപ്ഷൻ. അന്ന് ചികിത്സാ രീതിയില്ല. അപ്പൊ ആപത്തുകൾ അധികമായിരുന്ന ഒരു കാലം ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇപ്പം ആസ് പാരൻസ് ഞങ്ങളൊരു സ്കൂളിൽ ചാരിറ്റി കൗൺസിലിംഗ് നടത്താൻ വേണ്ടി പോയി, ഞാനും എൻ്റെ ടീമിലുള്ള സൈക്കോളജിസ്റ്റുമാർ.
അപ്പം ഞങ്ങളെ കൂട്ടത്തിൽ കുറച്ച് മുതിർന്ന ഒരു ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ഒരൊറ്റ കുട്ടീൻ്റെ മാനസിക പ്രശ്നങ്ങൾ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇന്നത്തെ കാലത്തെ കൗമാരക്കാരെ ബുദ്ധിമുട്ടേന്ന് പറഞ്ഞു. അത് ലൈംഗിക ചൂഷണം നേരിട്ടൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എല്ലാ കാലത്തും അതിന് തക്കതായ മുൻകരുതലുകൾ പാരൻസും സമൂഹവും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെയുള്ളൊരു മുൻകരുതലാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യണത്, അല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ഒരു കുട്ടിനെ വളർത്തുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനാണ് പാരന്റിങ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഇപ്പോൾ സംസ്ഥാനം ഒട്ടുക്കെ ചിത്രരചനാ മത്സരം നടക്കുന്നുണ്ട്. സംസ്ഥാനം ഒട്ടുക്കെ ഇങ്ങനെയുള്ള മനോഹരമായ അറിവിൻ്റെ വേദികൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണമുണ്ട്. നമ്മൾ 2 കൂട്ടരും ഇവിടെ അറിവിന് വേണ്ടി മാത്രം സന്നിഹിതരായവരാണ്, അല്ലെ? കുറച്ച് അറിവ് കിട്ടാൻ സാധ്യത ഉണ്ട്. ആ അറിവ് കൊണ്ട് ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവാനും ഫ്ലറിഷ് ചെയ്യാനും സാധ്യത ഉണ്ട്. എന്നാൽ അത് പോയി കേട്ടേക്കാം എന്ന് വിചാരിച്ച് വന്നവരാണ് നിങ്ങളെല്ലാവരും. അതുപോലെയുള്ള പലരും പല മേഖലകളിൽ ഇരിക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കിയ ഈ സംഘടന മലർവാടിക്കും ഒരുപാട് നന്ദി നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പം മാനസികാരോഗ്യ മേഖലയാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ സ്പെഷ്യാലിറ്റിയിലുള്ളവരും ഓരോരോ രീതിയിലാണ് നമുക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാം. ഓരോരുത്തരും ഓരോരോ രീതിയിലുള്ളതായിരിക്കും. നമ്മളൊരു ഡയറ്റിൻ്റെ ആളടുത്ത് പോയി കഴിഞ്ഞാൽ ഡയറ്റ് രീതിയിൽ പറഞ്ഞു തരും. ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ രീതിയിൽ പറഞ്ഞു തരും. ഒരു ടീച്ചറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അക്കാഡമിക്സ് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു തരും. ഒരു മതാധ്യാപകരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ മതപഠനോ ആത്മീയത എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ പറഞ്ഞു തരും. അപ്പം എനിക്ക് കൂടുതലായിട്ട് അറിയാൻ സാധ്യത ഉള്ളത് മാനസികാരോഗ്യ രീതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഇതിലുള്ള ചാലഞ്ചസിനെ കുറിച്ച് ഒന്ന് മുന്നോട്ട് നോക്കി നോക്കാം. ചാലഞ്ചസ് എന്താന്നുള്ളത് എൻ്റെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താം. ഞാൻ ഇപ്പോൾ തിരൂരുകാരിയാണ്. തിരൂർ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പാക്ക് ജോലിക്കയറ്റം കിട്ടുക, എന്നെയും എൻ്റെ ഉമ്മാനെയും എൻ്റെ അനിയത്തിനെയും ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം LKG തൊട്ട് 10 വരെ ഞാൻ നാട്ടിൽ പഠിച്ചു. എൻ്റെ മറ്റ് സിസ്റ്റേഴ്സിൻ്റെ പോലെ എനിക്കും ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി ഫസ്റ്റത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പുതിയ സ്കൂളും ഒക്കെ പരിചയപ്പെട്ട് തുടങ്ങുന്ന സമയത്ത് എനിക്കൊന്നും തലക്ക് അടി കിട്ടിയ മാതിരി ഒരു ഫീലിംഗ് വന്നു. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റണില്ല, ഒന്നിലും സന്തോഷം തോന്നണില്ല. എനിക്ക് നാട്ടിലേക്ക് പോരണം. ഇപ്പോൾ ഞാൻ ഇതുവരെ ഗൾഫ് കണ്ടിട്ടില്ലാത്ത ആളാണ്. ഗൾഫ് കണ്ടാൽ എനിക്ക് സന്തോഷമാവുമെന്ന് വിചാരിച്ചു പോയിട്ടുള്ള ആളാണ്. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പോവാണ് എന്ന വലിയ പ്രതീക്ഷയിൽ പോണ ആളാണ്. പക്ഷേ ഗൾഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സന്തോഷം വരുന്നില്ല, പകരം സങ്കടമാണ് വരുന്നത്, കരച്ചിലാണ് വരുന്നത്, അവിടെ നിൽക്കാൻ തോന്നണില്ല. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, കുടുംബക്കാരെ വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചിരുന്ന് വർത്താനം പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ ഫൈൻ, മെല്ലെ നിൽക്കാന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിയെങ്കിലും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മനസ്സിങ്ങനെ സ്റ്റക്ക് ആവുന്ന ഫീലിംഗ് വരും. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൈക്കോളജി പഠിക്കുമ്പോഴാണ് ആലോചിക്കുന്നത്, ഇതിനെയാണ് മാനസികാരോഗ്യ വിദഗ്ധർ ഡിപ്രഷൻ എന്ന് വിളിക്കണത്. ഓക്കെ, അപ്പം ഇന്നത്തെ കാലത്ത് എനിക്ക് അത് ഒരു 20 കൊല്ലം മുന്നെയാണ്. അപ്പൊ ഇന്ന് 20 കൊല്ലത്തിന് ശേഷം ഇന്നലെ വരെ ഞാൻ ക്ലിനിക്കിൽ ഒരു പയ്യനെ കാണുമ്പം ആ പയ്യനും അവന്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം അവന് പഠിക്കാൻ കഴിയാത്തത് ഞാൻ അന്ന് അനുഭവിച്ച അതേ പ്രശ്നം കൊണ്ടാണ്. അവനവന്റെ വീട്ടിലാണ്, അവന്റെ ഉപ്പ മരിച്ചതാണ്. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, അവനക്ക് ഈ പറഞ്ഞ കൗമാരപ്രായത്തിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീലിംഗ് കടന്നു വരികയാണ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മളുടെ കാലഘട്ടത്തിൽ നമുക്ക് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ കുറവും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുമായിട്ട് വരുന്നത് എന്നത് ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതായത് ഇന്നത്തെ കാലത്ത് സൗകര്യങ്ങൾ കൂടുതലാണ്, അല്ലേ? നമുക്ക് സുഖങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലേ? നമുക്ക് സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങളും കൂടുതലാണ്, അല്ലേ? മനസ്സിലായോ? മുന്നത്തെ കാലഘട്ടത്തിനെക്കാളും ഞാൻ പണ്ട് പറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സൗകര്യം എന്ന് പറഞ്ഞ കാലമേ അല്ല. ഒരുപാട് മുന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളില്ല. ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ തലയണയും പുറപ്പൊന്നുമില്ല.
തലണി പുതപ്പൊന്നും ഇല്ല എന്നത് തൊട്ട്, ഫാൻ ഇല്ല എന്നത് തൊട്ട്, എപ്പോൾ വേണമെങ്കിലും ചോറ് നലിക്കാം എന്നത് തൊട്ട് സൗകര്യങ്ങളില്ലാത്തൊരു കാലം. കുളിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരെ അട്ട കടിച്ചേക്കാവുന്ന കുളത്തിൽ പോകണം എന്നത് തൊട്ടിട്ട് സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് നിന്ന് സൗകര്യം മെല്ലെ 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 കൂടിപ്പോയി. ഇന്ന് ടൈൽസ് ഇട്ട ബാത്റൂമിൽ ഷവറിന്റെ അടിയിൽ നിന്ന് കുളിക്കാം എന്ന രീതിയിലേക്ക് സൗകര്യങ്ങൾ എത്തി വന്നൊരു കാലം. ഓക്കെ, അതുപോലെ തന്നെ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാലം. സുഖങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് സുഖങ്ങൾക്ക് വേണ്ടി എങ്ങോട്ടേക്കും പോണ്ട. നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രായക്കാർക്കും 2 വയസ്സ് തൊട്ട് 80 വയസ്സോ 90 വയസ്സോ വരെയുള്ള ഏത് പ്രായക്കാർക്കും സുഖം എന്ന ഒരു ഫീലിംഗ് തരാനുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട മൊബൈൽ ഫോൺ ഉള്ള കാലം. ഓക്കെ, സുഖം എന്ന് പറഞ്ഞ മൊബൈൽ ഫോണിന്റെ മുന്നേ ടെലിവിഷൻ ഉണ്ടായിരുന്നു, സിനിമകൾ ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി കൊണ്ട് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാലം. നമ്മൾ രസിക്കണമെന്ന് മറ്റാരുടെയൊക്കെയോ ചോറാണ് നമ്മുടെ രസം, അല്ലേ? ആരെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കണം എന്ന് വെച്ചാൽ സിലിക്കൺ വാലി എന്ന് പറഞ്ഞ അമേരിക്കയിലും UK ഒക്കെയുള്ള ഈ പറഞ്ഞ ഫേസ്ബുക്കിന്റെയും എക്സിന്റെയും യൂട്യൂബിന്റെയും നെറ്റ്ഫ്ലിക്സിന്റെയും കമ്പനിയിലുള്ള വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് അവരുടെ കുടുംബം പുലർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ജനസമൂഹത്തിലുള്ള ആൾക്കാർ ഇതെല്ലാം ഉപയോഗിക്കണം, വേണ്ടേ? അപ്പം ഒരു മനുഷ്യൻ ഒരു ഭാഗത്തിരുന്ന് രസിച്ചാലേ മറ്റൊരു മനുഷ്യൻ അവിടെ അയാൾക്ക് അയാളുടെ ഈ പറഞ്ഞ ചെലവുകൾ നടക്കുള്ളൂ എന്നുള്ള പോലെയുള്ള ഒരു കാലം. അപ്പൊ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീന്റെ ഒരു കാലം. അപ്പൊ സൗകര്യങ്ങൾക്കും സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും പ്രാധാന്യമുള്ള ഒരു കാലമാണ് നമ്മൾ മനസ്സിലാക്കണം. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സന്തോഷിക്കുക. അതായത് ഇപ്പം ലീവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകും, അല്ലേ? എന്നാൽ ഒരു 10 കൊല്ലം മുന്നെയോ 8 കൊല്ലം മുന്നെയോ ചിലപ്പോൾ 5 കൊല്ലം മുന്നെയോ ട്രിപ്പുകൾക്ക് ഇത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളെല്ലാവരും കുറച്ച്, അല്ലേ? അപ്പൊ ട്രിപ്പ് പോകണം എന്തിനാ? എൻജോയ് ചെയ്യാൻ, സന്തോഷിക്കാൻ. അപ്പൊ ഇങ്ങനെ സന്തോഷങ്ങളുള്ള, സുഖങ്ങളുള്ള, സൗകര്യങ്ങളുള്ള ഈ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുകളുള്ള ഒരു കാലത്താണ് ഞങ്ങള് ഈ പറഞ്ഞ മാനസികാരോഗ്യ വിദഗ്ധര് മനസ്സുകൊണ്ട് ഇടങ്ങാറാവുന്നവരെ കൊണ്ട് ശരിക്കും കൂടുതൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്, പോട്ടെ അങ്ങനെ പറയാ, മനസ്സിലായോ? അതായത് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇത്രക്ക് ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് ഫീല് ചെയ്തിട്ടില്ല. ബുദ്ധിമുട്ടുകളുടെ ഒരു മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഡിപ്രഷൻ അനുഭവിച്ച എനിക്ക് സഹായം തരാൻ എൻ്റെ ഫാമിലി ഫുള്ള് റെഡിയാണ്. ഈ ഫാമിലി ഒന്നും ഹെൽപ്പ് ചെയ്തിട്ട് എൻ്റെ ഡിപ്രഷൻ എൻ്റെ അടുത്ത് പോകില്ല. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. 12 വയസ്സ് മുതൽ 16 വയസ്സിന്റെ ഇടയിൽ വരെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വന്നു കഴിയുമ്പോൾ സങ്കടത്തോടെയാണ് ഞാൻ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത്. നിങ്ങൾ മെഡിസിൻ കുടിച്ചാലേ നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ട് മാറി തുടങ്ങുള്ളൂ. ആ ഘട്ടത്തിലേക്ക് പോകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്, മനസ്സിലായോ? അപ്പൊ എല്ലാത്തിലും സൗകര്യങ്ങൾ ഉണ്ടാവുമ്പോൾ, എല്ലാത്തിലും സുഖങ്ങൾ ഉണ്ടാവുമ്പോൾ, എല്ലാത്തിലും സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോൾ, സന്തോഷം അനുഭവിക്കാൻ പറ്റാണ്ടായി കഴിയുമ്പോൾ, സൗകര്യങ്ങൾ കുറയുമ്പോൾ, പിന്നെയോ സുഖങ്ങൾ കുറയുമ്പോൾ എന്തുണ്ടാവുകയാണ്? ഇടങ്ങേറുണ്ടാവുകയാണ്. ഇതെന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ടച്ച് ചെയ്യുക ടാങ്കിബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളല്ല. അതായത് ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞ സാധനം വലിയൊരു ടെൻഷനായി മാറുന്നൊരു കാലമാണല്ലോ. വിവാഹത്തിലേക്ക് എത്തണ്ട. നമ്മൾ ചെറിയ പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരു 10 വയസ്സുകാരൻ അവൻ കാണിക്കണത് ബാധ കയറിയ പോലത്തെ ഫീലിങ്സ് ആണ്. അവനും മരുന്ന് കുടിക്കുകയാണ് സൈക്യാട്രിസ്റ്റ്. അവന് 10 വയസ്സായിട്ടുള്ളൂ. അപ്പം അവന്റെ പാരന്റിന് ഒരു തരത്തിലും നിലയ്ക്ക് നിർത്തിയിട്ട് അവന്റെ മെന്റൽ ഹെൽത്തോ അവന്റെ സ്കൂളിനോടുള്ള ഇഷ്ടക്കേട് മാറ്റി കൊടുക്കാനോ കഴിയണില്ല. അപ്പൊ പാരന്റ്സില് നമുക്കറിയാം, നമുക്ക് പാരന്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞോളൂ, നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും പാരന്റിങ് ക്ലാസ് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒരു വീഡിയോ പാരന്റിങ്ങിന്റെ കേട്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ. ഇപ്പം എനിക്ക് പോസിറ്റീവ് പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഇവിടുന്ന് കോർഡിനേറ്ററിന്റെ ഭാഗത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, അല്ലേ? ഒരുപാട് കുറ്റപ്പെടുത്താൻ പാടില്ല മക്കളെ, അറിയില്ലേ? അതെല്ലാ പാരന്റ്സിനും അറിയാം. ഉപദേശിച്ച് നമ്മൾ കുട്ടികളെ ബോറടിപ്പിക്കാൻ പാടില്ല, അല്ലേ? പിന്നെ എന്താണ്, നമ്മുടെ ദേഷ്യം തീർക്കാനായിട്ട് കുട്ടീന്റെ മേത്തേക്ക് എടുക്കാൻ പാടില്ല, അല്ലേ? അറിയണ കാര്യല്ലേ? നീ കുട്ടിക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു കൊടുക്കണം, അല്ലെ?
ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ? എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല പാരന്റിങ് ഫലപ്രദമാവാത്തത്, ഇതൊക്കെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ടായിരിക്കുന്നതാണ്. അല്ലെ ഇപ്പൊ ക്ലിനിക്കിലേക്ക് ഒരു വാപ്പയും ഉമ്മയും കൂടി, ഒരു അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടീനെയും കൊണ്ട് വന്നിരുന്നിട്ട് കുട്ടീന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പാരന്റ്സിനോട് ആകെ പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പുഷ് ചെയ്യേണ്ട, പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിവുള്ള അത്രയും പഠിക്കാൻ വിടുക, അത്യാവശ്യം ഉറങ്ങാനും അത്യാവശ്യം എന്താ പറയാ കളിക്കാനും ഉള്ള സമയം കൊടുക്കുക, ഫാമിലി ടൈം, ക്വാളിറ്റി ഫാമിലി ടൈം കൊടുക്കുക. അതായത് മറ്റൊരു ഉപകരണമോ മറ്റൊരു കാര്യമോ ചെയ്യാനില്ലാണ്ട് ഒരു കുടുംബം ഒന്നിച്ചിരിക്കലാണ് ക്വാളിറ്റി ഫാമിലി ടൈം. വാപ്പ ഗൾഫിലാണെങ്കിൽ എങ്ങനെ ക്വാളിറ്റി ഫാമിലി ടൈം നടക്കുക എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? അല്ലെ, വാപ്പ ഗൾഫിലാണെങ്കിൽ എങ്ങനെ ക്വാളിറ്റി ഫാമിലി ടൈം നടക്കുക? വാപ്പാനെ വീഡിയോ കോളിൽ ഇവിടെ വെക്കുക, അപ്പൊ തന്നെ ഡിവൈസ് ഉപയോഗിക്കല്ലേ? നമ്മൾ പറയണത് എന്താ? ഒരു ഡിവൈസും ഉപയോഗിക്കാണ്ട് ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചലഞ്ചസ് അനുഭവിക്കുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ? ഗൾഫിലുള്ള വാപ്പയാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ഉമ്മാക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. മൈക്കിന് കുഴപ്പമുണ്ടോ? ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള നമുക്ക് നികത്താൻ പറ്റാത്ത ചലഞ്ചസ് അനുഭവിക്കുന്ന പാരന്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാഞ്ഞിട്ടല്ല നമുക്ക് കുട്ടിനോട് നല്ല രീതിയിൽ സംവദിക്കാൻ പറ്റാത്തത് അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് പാരന്റിങ് ക്ലാസ് നമുക്ക് അത്യാവശ്യവും അത്യന്താപേക്ഷിതവും ആവുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലാസ് എടുത്ത് നിങ്ങളോട് പറഞ്ഞു തരണം എന്തെല്ലാം ചതിക്കുഴികളാണ് നമ്മളുടെ ചുറ്റിലുമുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇരിക്കണ ഒരു പാരന്റിന്റെ കുട്ടികളും മയക്കുമരുന്ന് ഉപയോഗിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷെ നമുക്കൊക്കെ ബേജാറുണ്ടാവും കുട്ടികൾ വരുമ്പോ. കുറെ കുട്ടികൾ വന്നുകൊണ്ട് പറയും, നിന്റെ മാക്ക് പേടിയാണ്, കണ്ണ് ചോന്നിക്കണോ, വേർക്കണുണ്ടോ, നാവ് നീട്ടിക്കാം, മണക്കണുണ്ടോ? അപ്പൊ അങ്ങനെ ബേജാറുള്ള പാരന്റ്സിന്റെ മക്കളല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുക. ഒട്ടും ബേജാറില്ലാത്ത, ശ്രദ്ധിക്കാത്ത, മയക്കുമരുന്ന് ഉപയോഗിച്ചിക്കണ് എന്നാ കുട്ടീനെയും കൊണ്ട് വരി, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് വിളിച്ചാൽ പോലും വരാത്ത പാരന്റ്സിന്റെ മക്കളാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണതായിട്ട് കാണുന്നത്. മനസ്സിലായോ? കുട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിച്ചിക്കണ്, പാപ്പയും അമ്മയും വരി, ഇരിക്കി, നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാല് വരാൻ തയ്യാറാവാത്ത പാരന്റ്സ് ഉണ്ട്. മനസ്സിലായോ? അത് ഇങ്ങനത്തെ ചിത്രരചനൊക്കെ കുട്ടികളെ ചേർത്തിട്ട് പാരന്റിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന പാരന്റ്സിന്റെ മക്കളല്ല അങ്ങനത്തെ മക്കൾ. അതല്ല, ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള കാലത്ത് നിങ്ങൾ എല്ലാ രീതിയിലും കുട്ടികളെ നല്ലപോലെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പാരന്റ്സ് ആണ് നിങ്ങളെല്ലാവരും. ഓക്കെ. നിങ്ങളെ കൂടെ ഏറ്റവും നല്ല രസമായിട്ട് മക്കളായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെ മക്കളും. ഓക്കെ. പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയിൽ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. എനിക്കും പാരന്റ്സിനും ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് സംവദിക്കാനും ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ ആ ഒരു നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് മാറുന്ന മാറ്റം ഡിപ്രഷനിലേക്ക് എത്തുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. പക്ഷെ നമുക്കറിയാം, അത് ജലദോഷം വന്നാല് നമ്മൾ നെബുലൈസ് ചെയ്യാനാണ് കൂടുതൽ പോവുക. വീട്ടിലിരുന്നിട്ട് ആവി പിടിക്കുന്ന സാധനം വെച്ച് ആവി പിടിക്കണതിനേക്കാളും രണ്ടും തമ്മിൽ എന്തോ ഒരു കെമിക്കൽ അവർ ഇൻസേർട്ട് ചെയ്യും എന്നുള്ളത് ഒഴിച്ചാല് ചൂടിനെ കൊണ്ട് നമ്മൾ എന്താ പറയാ അണുക്കളെ അല്ലെങ്കിൽ ചെസ്റ്റ് കൺജഷനെ മാറ്റുക എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ അല്ലേ? പക്ഷെ നെബുലൈസ് ചെയ്യുമ്പോൾ അതിനൊരു ചിട്ടയുണ്ട്. ഇത്ര പ്രാവശ്യം നെബുലൈസ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് വരണം, ഇത്ര പ്രാവശ്യം കൊണ്ട ചെല്ലണം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ യാത്ര ചെയ്ത് അവിടെ എത്തി ഒരു സിസ്റ്ററുടെ സഹായത്തിലായി കഴിയുമ്പോൾ സഹായങ്ങളൊന്നും കിട്ടാൻ സാധ്യത ഇല്ലാത്തൊരു വീട്ടിൻ്റെ ഉള്ളിലത്തെ മാതിരിയല്ല. വീട്ടിൻ്റെ ഉള്ളിൽ സഹായം കിട്ടാണ്ടോ? എല്ലാവർക്കും അറിയാം വീട്ടിൻ്റെ ഉള്ളിൽ സഹായങ്ങൾ ഇപ്പൊ കുറവല്ലേ. വീട് എന്താ മുന്നത്തെ വീടല്ല, പഴയ വീടാണോ ഇപ്പത്തെ വീട്? വീട് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ശോഷിച്ച് പ്രത്യേകിച്ച് ഒന്നും നടക്കാത്ത ഒരു സംഭവമായി മാറുന്നുണ്ട് അല്ലേ ഒരു വീട് എന്ന് പറഞ്ഞത്. എല്ലാതും സ്ഥാപനങ്ങളിലാണ് കൂടുതൽ കാര്യമായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ മക്കളും ഒക്കെ എപ്പോഴും സ്ഥാപനങ്ങളിലേക്ക് പോണത്. ഒന്നെങ്കിൽ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ മോണ്ടിസോറി ട്രെയിനിങ്ങിലേക്ക്, അല്ലെങ്കിൽ ടൈലറിങ് പഠിക്കാൻ, ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ. ആരും വീട്ടിലിരിക്കണില്ല. എന്താ വീട്ടിലിരുന്നാല് എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തിക്കണല്ലോ. ഭർത്താക്കന്മാർ വിളിച്ചോണ്ട് ചോദിക്കും, ഈ സൗകര്യം കിട്ടിയ വീട്ടിലിരുന്ന് കണ്ട് പരാന്താവുക എന്നുള്ളതേ മാത്രമേ നടക്കൂ.
നടക്കുള്ളൂ. ഭ്രാന്താവുക എന്ന് പറഞ്ഞാല് നല്ല സാധനം കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനുള്ള വാക്ക് തന്നെയാണ് ഈ ഭ്രാന്താവുക എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാക്കല്ലേ, മോശം വാക്കായിട്ട് കരുതരുത്. നമുക്കൊക്കെ ഇടക്കിടക്ക് ഭ്രാന്താവും. അപ്പോൾ ആ ഫീലിങ്ങിലേക്ക് എത്തുന്ന ഒരു സ്ഥലമായിട്ട് വീട് അധികം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ ഒരൊറ്റ ഇത്ര ഷെഡ്യൂൾ ചെയ്തെങ്ങാണ്ട് ഇത്ര നേരം വന്ന് നെബുലൈസ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ തീരുമാനമാക്കിയാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം, നെബുലൈസ് ചെയ്യണോ, തിരിച്ചു വരുന്നു. പക്ഷെ ഇത്ര നേരം ഇടവിട്ട് വീട്ടിലിരുന്ന് കുട്ടിക്ക് ആവി പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഒരു പാരന്റിന് സാധിക്കണില്ല. അത് സാധിക്കാത്തത് മടിയോണ്ടല്ല, സൗകര്യക്കുറവുകൊണ്ടല്ല. പക്ഷെ നമുക്ക് എല്ലാം കൂടി ചിട്ടപ്പെടുത്തി എല്ലാം കൂടി തത്രപ്പാടിലാക്കിയാണ്ട് അതും ഇതും ഒക്കെ കൂടി അറേഞ്ച് ചെയ്ത് ചെയ്യാൻ കുട്ടീനെ അതിലേക്ക് മാനസികമായിട്ട് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലേ? എഫിഷ്യന്റ് ഇല്ലായിട്ടുകൊണ്ടല്ല, കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടാവുകയാണ് അല്ലേ? ഒറ്റപ്പെടേണ്ട ഒരു പ്രശ്നം വരികയാണ്. അപ്പോൾ ലോകത്ത് 800 കോടിന്റെ 900 കോടിന്റെ ഇടയിലേക്ക് ജനസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മനുഷ്യന്മാർ എന്നിപ്പോ ഇവർ പറഞ്ഞു ഇവിടെ വന്ന രജിസ്ട്രേഷൻ കൂടി എന്ന് പറഞ്ഞു ഒരു ഉദ്ദേശിച്ചതിനൊക്കെ. അപ്പൊ ഇങ്ങനെ മനുഷ്യന്മാര് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മള് മക്കളെ വളർത്തുന്നത്. മനസ്സിലായോ? സാഹചര്യങ്ങള് കൂടുതൽ തിക്കും തിരക്കും കൂടുതൽ കമ്പോളവൽക്കരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത് അല്ലേ? ഞാൻ കണ്ടൊരു മോന് വെറുതെ കിടന്നൊരു ബാഗ് തുറന്നു നോക്കിയപ്പോ ഇന്ന് 10,000 ഉറുപ്പ്യ എടുത്തോണ്ട് പോയിട്ട് ചങ്ങായിമാർക്കൊക്കെ മുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവനക്ക് എന്താ വേണ്ടിയിരുന്നത്? ചങ്ങായിമാരൊക്കെ ഇടക്കിടക്ക് നല്ലോണം മുട്ടായി വാങ്ങിച്ചു തരും, അപ്പൊ എനിക്കും നല്ലോണം മുട്ടായി വാങ്ങിച്ചു കൊടുക്കണം. വേറെ ചീത്ത ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ അവൻ കള്ളനായി. ചങ്ങായിമാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള മുട്ടായി വാങ്ങിക്കലും എനിക്ക് വാങ്ങിച്ചു തരലും. പക്ഷെ എൻ്റെ കയ്യിൽ എപ്പോഴും മിച്ചം പിടിച്ച ബസ്സിന്റെ പൈസ, മിച്ചം പിടിച്ച പൈസ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒക്കെ വാങ്ങിക്കലായിരിക്കും. അതിൽ നിന്ന് മാറിയിട്ട് എൻ്റെ മനസ്സ് ആഗ്രഹിച്ച മുട്ടായി എനിക്ക് വാങ്ങിക്കണം എന്നുള്ളതിന് മോന് കൈ കിട്ടിയ പൈസ ഇങ്ങനെ എടുത്തോണ്ട് പോയി CCTV പിടിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? വാങ്ങിക്കണം. ബയ്യിങ്. ആരാ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണത്? നമുക്ക് ആർക്കും ഇപ്പോൾ വാങ്ങിച്ചു തിന്നണമെന്നൊരു ബോധ്യമില്ല. റേഷൻ്റെ ചോറും മുരിങ്ങൻ്റെ ചാറും കഴിച്ചാൽ നമ്മൾ വിശപ്പ് മാറും അല്ലേ? പക്ഷെ വാങ്ങിപ്പിക്കണതാണിത്, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണതാണ്. കൗമാരക്കാരെ ഭയങ്കര വലിയൊരു മാർക്കറ്റ് കച്ചവട കണ്ണുകൊണ്ട് കണ്ടുങ്ങാണ്ട് പിടിച്ചു വലിച്ച് വാങ്ങിപ്പിക്കണതാണ്. ഇപ്പൊ നിങ്ങളെ അടുത്തുള്ള ഏറ്റവും ചെറിയ പെട്ടിപ്പീടിയയിൽ വരെ പാമ്പേഴ്സിന്റെ പാക്കറ്റ് അവൈലബിൾ ആണ്. അത് കമ്പനീന്റെ, ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനീന്റെ ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കുട്ടികളുടെ മുമ്പിൽ ലേസ് വരികയാണ്. ഇത് വന്നുങ്ങാണ്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങിക്കണം, തിന്നണം, ടേസ്റ്റ് അറിയണം. ഇത് തോന്നുന്ന കുട്ടി കിട്ടുന്ന പൈസ കൊണ്ട് മണ്ടാണ് അല്ലേ? അപ്പം കമ്പോളത്തിന്റെ വലിയൊരു ചലഞ്ച്, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീന്റെ വലിയൊരു ചലഞ്ച് ഇല്ലേ? മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിന്റെ വലിയൊരു ചലഞ്ച്. മനസ്സിലായോ? അപ്പൊ പണ്ട് ഗുഹാവാസികളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ചലഞ്ചസ് എന്താ? നീന്താൻ അറിയാതെ പോയി കഴിഞ്ഞാൽ മുങ്ങി ചത്തേക്കാവും എന്നുള്ള ചലഞ്ച്. ചാടാൻ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഗർത്തങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വീട് മരിക്കും എന്നുള്ള ചലഞ്ച് അല്ലേ? കായ്ക്കനികളിൽ ഏതാ വിഷമുള്ളത് ഏതാ വിഷമില്ലാത്തത് എന്ന് അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വിഷക്കായ കഴിച്ച് മരിക്കും എന്നുള്ള ചലഞ്ച്. ഏത് സ്ഥലത്താണ് മൃഗങ്ങൾ ഉണ്ടാവുക, പതിയിരിക്കുക എന്നുള്ളത് അറിയാത്തവന് മൃഗത്തിന്റെ കുത്തേറ്റ് മരിക്കും എന്നുള്ള ചലഞ്ച്. ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ പാരന്റും ഓരോ കുട്ടിനെ വളർത്തുമ്പോൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ചലഞ്ചാണ്. ഈ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടി മാത്രമല്ല ഇത് അനുഭവിക്കണത്, നമ്മളും അനുഭവിക്കണില്ലേ? അതായത് നമുക്കും എന്റർടൈൻമെന്റ് ആവണം എന്ന് ആഗ്രഹമല്ലേ? ഇല്ലേ? ഇല്ലാന്ന് പറയുന്നത് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇത്ര എന്റർടൈൻമെന്റ് സാഹചര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കുടുംബോടതിത്തെ ട്രെയിനിങ്ങിനും വേണ്ടി പോയി കഴിഞ്ഞപ്പം അവിടെ എന്താണ് ലൈംഗിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ആൺ ഗൈനക്കോളജിസ്റ്റും ഒരു പെൺ ഗൈനക്കോളജിസ്റ്റും ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുടുംബ കോടതിയിലത്തെ എല്ലാ കൗൺസിലർമാർക്കുള്ള ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. നാട്ടിൽ കാണുന്ന ലൈംഗിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇവർ പറയാണ്, ഈ ഗൈനക്കോളജിസ്റ്റുമാർ പറയാണ്, ഞങ്ങളുടെ അടുത്തേക്ക് ലൈംഗിക തൃഷ്ണ ഇനിയും നിലനിർത്താൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് 70 വയസ്സിലും 80 വയസ്സിലും ഉള്ള ദമ്പതികൾ വരും എന്ന് പറയാം. അപ്പൊ അവരത് മോശം എന്നുള്ള രീതിയിലല്ല പറയണത്. എല്ലാ കാലത്തും
സന്തോഷങ്ങളും വിനോദങ്ങളും ആസ്വാദനങ്ങളും വേണം എന്ന് ആലോചിക്കുന്ന ഒരു കാലമാണ് അല്ലേ? നമ്മൾ ആരും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല, നമ്മൾ ആരും എൻജോയ്മെന്റ് വേണ്ടാത്ത ഒരു കാലത്തിലായിട്ടില്ല അല്ലെ? അപ്പൊ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും കോലുമുട്ടായി, അല്ലെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് എന്ന് വരുന്ന ഒരു കാലം. മറ്റത് വല്യപ്പ പറയും അല്ലാതെ കുട്ടികൾക്കുള്ളതല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാത്ത രീതിയിലേക്ക് എല്ലാവർക്കും എൻജോയ്മെന്റും എന്റർടൈൻമെന്റും വേണമെന്ന് ആലോചിക്കുന്ന ഒരു കാലം. അപ്പൊ കുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നത് പാരന്റ് മൊബൈൽ ഉപയോഗിക്കണോണ്ടാണ് എന്ന് പറയും അല്ലെ? അപ്പൊ പാരന്റ് മൊബൈൽ ഉപയോഗിക്കാണ്ടിരിക്കുകയാണോ വേണ്ടിയത്? അല്ല, പാരന്റിൻ്റെതായ ടൈമിൽ മൊബൈൽ ഉപയോഗിക്കണ്ടേ? അപ്പൊ അത് ചലഞ്ചിങ് ആണ്. എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഡിജിറ്റൽ വെൽബീയിങ് ഇന്നത്തെ മാധ്യമ പത്രത്തിന്റെ ബാക്ക് പേജിൽ ഡിജിറ്റൽ വെൽബീയിങ്ങിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഡിജിറ്റൽ വെൽബീയിങ് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ മൊബൈൽ എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മളെ കാലത്ത് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നത് നമ്മൾ പഠിച്ചെടുക്കുക അല്ലേ? അതായത് ഈ പറഞ്ഞ സുഖത്തിന്റെ സൗകര്യത്തിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല് ഇത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു സംഭവത്തിന്റെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ, മനസ്സിൽ എങ്ങനെ ഇത് നടക്കുക എന്നുള്ളത് ചോദിക്കുക. എന്നാളൊരു പാരന്റിങ് ക്ലാസ് എടുത്തപ്പോൾ ഒരു പാരന്റ് ചോദിച്ചു, നിങ്ങൾ പറയാണ് മൊബൈൽ കൊടുത്തുങ്ങാണ്ട് ഭക്ഷണം കൊടുക്കരുത്, നിങ്ങൾ പറയാണ് മിഠായി അധികം വാങ്ങിച്ചു കൊടുക്കരുത്, നിങ്ങൾ പറയാണ് ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കരുത്, നിങ്ങൾ പറയാണ് സന്തോഷങ്ങൾ കുറയ്ക്കണം, ഇതിനൊക്കെ പുറപ്പെട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ എൻ്റെ കുട്ടി കാട്ടാൻ പോണത്? ഞാൻ കൊടുക്കണേ ഡയറി മിൽക്ക് മാറ്റിയിട്ട് കടലമുട്ടായി കൊടുത്താൽ കടലമുട്ടായി ഒറ്റ ഏറുണ്ടെറിയും. മൊബൈൽ ഞാൻ വാങ്ങിച്ചു വെച്ചാൽ കുട്ടി ഭക്ഷണം കഴിക്കൂല. മൊബൈലിന്റെ സമയം കുറച്ചാൽ ഞാനും കുട്ടിയും തമ്മിൽ അത് ഫൈറ്റ് ചെയ്ത് തീരും. അപ്പം ഇത് സത്യമാണ് അല്ലേ? ആർക്കെങ്കിലും ഡിനൈ ചെയ്യാണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റൂല. പറ്റൂല ഒരിക്കലും ഒരു കാര്യം അങ്ങനെ മാറ്റാൻ പറ്റൂല. എന്ന് പറഞ്ഞ സമയം കൊണ്ടും മാറ്റാൻ പറ്റൂല, എന്ന് പറഞ്ഞ എളുപ്പം കൊണ്ടും മാറ്റാൻ പറ്റൂല. കുറച്ച് സമയം കൊണ്ട് മാറ്റാൻ പറ്റൂല, ഒരു ഇടങ്ങേറും തോന്നാതെ ഒരു മാറ്റം കൊണ്ടുവരാൻ അതും പറ്റൂല. അപ്പൊ കുട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കടലമുട്ടായി വലിച്ചെറിഞ്ഞിങ്ങനെ കോമരങ്ങനെ തുള്ളുമ്പം നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് ഇങ്ങനെ നോക്കിക്കേണ്ടി വരും. സാധിക്കുമോ? അപ്പൊ ബാക്കിയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്താ 2-ന് 5 റുപ്യ അല്ലാണ്ട് കൊടുത്താളി പറയും അല്ലേ? അല്ലെങ്കിൽ പൈസ തന്നില്ലെങ്കിലും ആണല്ലോ കുട്ടിക്ക് എന്തോ പറ്റിപ്പോകും കരഞ്ഞാലാണ്ട് കൊടുത്താളി. അപ്പൊ നമുക്ക് അവിടെ നിന്നിട്ട് പറയാൻ പറ്റണം, എൻ്റെ കുട്ടിക്ക് കടലമുട്ടായി മതിയെന്ന് ഞാൻ പറഞ്ഞാൽ അത് വാങ്ങിച്ചത് തിന്നുന്ന കുട്ടിയാവുക എന്നുള്ളത് എനിക്ക് ആവശ്യമാണ്. അത് നിങ്ങളെ അഹങ്കാരത്തിന് വേണ്ടിയല്ല, നിങ്ങളെ അധികാരത്തിന് വേണ്ടിയല്ല. അവിടെയാണ് നമ്മൾ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഈ പറഞ്ഞ 15 വയസ്സുകാരൻ മരുന്ന് കുടിക്കേണ്ടി വരുമ്പോൾ, 12 വയസ്സുകാരി മരുന്ന് കുടിക്കേണ്ടി വരുമ്പോൾ, 10 വയസ്സുകാരൻ മരുന്ന് കുടിക്കേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവരെ ബ്രെയിനില് അവരെ വികാരങ്ങളില്ലേ, അവരെ ബ്രെയിനിലും അവരുടെ മൊത്തം ശരീരത്തിലുള്ള രാസവസ്തുക്കളുടെ ഇടയിലും ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള ഒരു കഴിവ് ഇല്ലാണ്ടാവുന്നതുകൊണ്ടാണ് അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായി കഴിയുമ്പോൾ മെഡിസിൻ കുടിച്ചിട്ടേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലയിലേക്ക് കുട്ടി എത്തുന്നത്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യുക, ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുക, സുഖങ്ങൾ ഒഴിവാക്കുക, മൊബൈൽ യൂസ് നിർത്തുക. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. ഇഷ്ടമുള്ളൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പണ് ഫോൺ വാങ്ങിച്ചോണ്ട് പോവാ അല്ലേ? ആ സാധനം ഉണ്ടല്ലോ, ആ എന്താണെന്ന് ചോദിക്കുമ്പോ ഉണ്ടാവണ മൊത്തത്തിൽ റഷ് ഓഫ് ദേഷ്യം, ആ ദേഷ്യം ഹാൻഡിൽ ചെയ്യാൻ ഇന്നത്തെ സുഖവും സൗകര്യവും സന്തോഷവും അധികമുള്ള കാലത്ത് കുട്ടികൾ പഠിച്ചേ തീരൂ. ഇല്ലെങ്കിൽ കുട്ടികൾ പോയി സൂയിസൈഡ് ചെയ്യാണ്. നിങ്ങൾ കാണുന്നില്ലേ അല്ലേ? നമ്മള് കുട്ടികളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ എത്ര പേര് അവരുടെ തന്നെ ഫ്രണ്ട്സ് എത്ര പേര് മരിച്ചു പോയതാണ് അവർ പറയണത് അല്ലേ? ഇന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഫ്രണ്ട്സിന്റെ ഇടയിലൊന്നും. ഓക്കെ, അപ്പൊ കുട്ടി മരിക്കാൻ കാരണമാകുന്ന രീതിയിലേക്കാണ് നമ്മൾ കുട്ടീനെ വളർത്തണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? ഇഷ്ടം നടത്തി കൊടുക്കുമ്പം, സന്തോഷം ചെയ്തു കൊടുക്കുമ്പം, എന്താ പറയാ, ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? കുട്ടിക്ക് ഇതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള മാനസികാവസ്ഥ വരികയാണ്. ആ ജീവിതം അവസാനിപ്പിക്കണില്ല, അത് ഏറ്റവും എക്സ്ട്രീമാണ്. അതിന്റെ 1st 2nd ഒക്കെ സ്റ്റേജ് ആണ് കൗൺസിലിംഗിലേക്ക് കൊണ്ടുവരേണ്ടി വരിക.
സൈക്യാട്രിക് മെഡിസിൻ കുടിക്കുക എന്നുള്ളത്. ആ പോയിന്റ് പിടുത്തം കിട്ടിയോ ആർക്കെങ്കിലും? പിടുത്തം കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊന്തിക്കോ? ആരുമില്ല, ഒരാളുണ്ട്. ഓക്കെ. അപ്പം കുട്ടികളിലെ മാനസിക ആരോഗ്യം നമ്മൾ ചെറിയ പ്രായം തൊട്ടേ ചിട്ടപ്പെടുത്തേണ്ട പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. അത് ചിട്ടപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാണ്ടേ അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് നല്ലപോലെ കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ പല പാരൻസും വന്നുകൊണ്ട് കുട്ടിക്ക് പ്രശ്നങ്ങൾ പറയുമ്പോൾ അവൻ എന്താ ആവശ്യം ഞങ്ങൾ ചെയ്തു കൊടുക്കലുണ്ട്, അവൻ എന്താ ഇഷ്ടം ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കലുണ്ട്, അവൻ എന്താ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആ ഡ്രസ്സ് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കലുണ്ട്. ഇത് പാരന്റിങ്ങേ അല്ല. ഒരു കുട്ടീനെ വളർത്തുമ്പോൾ നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ലാത്ത സാധനമാണ് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നടത്തി കൊടുക്കല്. ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നമ്മളൊരു പാരന്റ്, നമ്മളൊരു ഉമ്മയാണ്, നമ്മളൊരു ഉപ്പയാണ്, കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വരയ്ക്കണ കുട്ടിയാണ്, ഇഷ്ടമുള്ള അത്രയും ക്രയോണും ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനം രക്ഷാകർതൃത്വം അല്ല. കുട്ടീനെ വളർത്തുന്ന സമയത്ത് നമുക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചിലപ്പോൾ ചെയ്താൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അടിസ്ഥാന ആവശ്യങ്ങൾ ചെയ്യാനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ്? കിടക്കാനുള്ള സ്ഥലം, പഠിക്കാനുള്ള സ്ഥലം, ഉടുക്കാനുള്ള വസ്ത്രം, ഉണ്ണാനുള്ള ചോറ്, ഈ സാധനങ്ങൾ ചെയ്തു കൊടുക്കുക. അത് അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു സാധനം പാരന്റിങ്ങിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അത് അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇഷ്ടങ്ങൾ ചെയ്തു തരാൻ പറ്റാത്ത പാരന്റിനെ മെല്ലെ തട്ടി ഒഴിവാക്കും. നേരത്തെ ഇവിടുത്തെ സാറ് പറഞ്ഞ മാതിരി. അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ ചെയ്തു തരാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ പാരന്റിനെ നല്ല നൈസായിട്ട് അടിക്കും. എത്ര പാരന്റ്സ് ഉണ്ടെന്നറിയോ ഐഫോൺ കിട്ടാത്തതിന് അടി കിട്ടിയവര്? 8 വയസ്സ് 9 വയസ്സായി കഴിയുമ്പോൾ ഐഫോൺ വേണം. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ബുള്ളറ്റോ ബൈക്കോ വേണം. നല്ല അടി കിട്ടിയിട്ട് പാരന്റ്സ് വിരലൊക്കെ ഇങ്ങനെ വീങ്ങി പൊട്ടിച്ചതൊക്കെ കൊണ്ടുവരും. ഇഷ്ടങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വലുതാവുമ്പോൾ ഇഷ്ടം വലുതായി നമ്മളൊക്കെ കയ്യിൽ അതിനുള്ള പൈസ അല്ല, അപ്പോൾ ഇഷ്ടം നടത്തി കൊടുക്കാൻ പറ്റൂല, അപ്പോൾ തല്ല് വാങ്ങിക്കേണ്ട പാരൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടം നടത്തുക എന്ന സാധനം നമ്മൾ ഒരിക്കലും ഒരു പാരന്റിങ് സ്ട്രാറ്റജി ആയിട്ട് പാരന്റിങ്ങിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യമായിട്ടോ കരുതരുത്. കുട്ടിക്ക് ഇഷ്ടം നടത്തി കൊടുക്കാത്തത് കൊണ്ട് ഞാൻ നല്ല പാരന്റ് ആവാണ്ടിരിക്കൂല. കുട്ടീനെ നല്ല അടിപൊളിയായിട്ട് ചീത്ത പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് അടിച്ച് വളർത്തിയ പാരൻസ് കുട്ടീൻ്റെ കൂടെ ഇരുന്ന് നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആ അടിൻ്റെ വേദനയും ചീത്തൻ്റെ ഇടങ്ങേറും മാറൂലേ? അപ്പം പിന്നെ ഇഷ്ടക്കേടുകൾ മാത്രം കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന പാരന്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ നേരവും കുട്ടി ട്യൂഷന് പോകുമ്പോൾ കൂടെ ഉണ്ടാവും, കുട്ടി ക്ലാസ്സിന് പോകുമ്പോൾ കൂടെ ഉണ്ടാവും, കുട്ടി അങ്ങോട്ട് നിൽക്കുമ്പോൾ കൂടെ ഉണ്ടാവും, വർത്താനൊന്നും പറയണ്ടാവില്ല. പക്ഷെ ആ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം എന്താണ് കുട്ടി കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും അല്ലേ? അങ്ങനത്തെ പാരൻസ് ഉണ്ട്. സംസാരിക്കാൻ അറിയാത്ത പാരൻസ് ഉണ്ട്. ഒരു ഇഷ്ടം നടത്തി കൊടുക്കാത്ത പാരന്റ് ആയിരിക്കും. പക്ഷെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിന്റെ കൂടെയും കുട്ടിക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. ഏത് ഭൂമിന്റെ ഏത് കോണ് പോയാലും പാരന്റിന്റെ അടുത്തേക്ക് തിരിച്ചു വരും അല്ലേ? അപ്പൊ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ കാലത്ത് വലിയൊരു ചലഞ്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി നമ്മളെ ജീവിതത്തിലേക്ക് കയറി വന്നത് വേറൊരു ചലഞ്ചാണ്. ഇത് റെഗുലേറ്റ് ചെയ്യണം. പാരൻസിന് പാരന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തത് വേറൊരു ബുദ്ധിമുട്ടാണ്. മറ്റൊരു വിദ്യാർത്ഥി വന്നപ്പോൾ അവന് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയാൽ വൈകുന്നേരം 7 മണിക്കാണ് തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വന്നാൽ 1.5 മണിക്കൂറോളം അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണം. അപ്പോൾ പിന്നെ 8:30 മണിയായി. ഇത് കഴിഞ്ഞ് ശനിയാഴ്ച ട്യൂഷൻ, ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് ഉമ്മയും കുട്ടിയും ഒന്നിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ക്വാളിറ്റി ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാം അല്ലേ? അത് ക്വാളിറ്റി ഫാമിലി ടൈം കൊടുത്താൽ കുട്ടി ശരിയാവുമെന്ന് നമുക്കറിയാം. പക്ഷെ അത് എപ്പോൾ സ്പെൻഡ് ചെയ്യും? കൗൺസിലിങ്ങിന് വന്ന് കുറച്ചേരം ഇരുന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ സമയമില്ല. എപ്പോഴാണ് കൗൺസിലിങ്ങിന് വരാൻ സമയമില്ല. ഞാൻ പറയും, നിങ്ങൾ ഇക്കൊല്ലം കൗൺസിലിങ്ങിൽ വന്നിട്ടില്ലെങ്കിൽ അടുത്തുള്ള നിങ്ങൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അത് കൊണ്ടുപോകും. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ക്ഷണിച്ച് വരുത്തണ്ട. എല്ലാവരും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്കും മണ്ടിപ്പാഞ്ഞ് പോവല. ഒന്ന് മരുന്ന് തരുമോ? ഒന്ന് അടങ്ങാനും വേണ്ടിയിട്ടാണ്. ഒന്ന് മരുന്ന് കുടിപ്പിക്കാനേ, ഒന്നൊന്ന് കുടിപ്പിക്കാൻ സഹായിക്കുമോ? നമ്മൾ ഇപ്പം നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? കൗൺസിലിങ്, അവർ കൗൺസിലിങ്ങിന് പോയി, ഇവർ കൗൺസിലിങ്ങിന് പോയി എന്നുള്ളത്. ഇനി നമ്മൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ക്യൂ നിൽക്കണതിൽ ഹായ് ഹലോ എന്ന് പറയണവരായി മാറും. ഇത് കളിയാക്കല്ല, ഇങ്ങോട്ടാണ് നീങ്ങണത്. അപ്പം ആ നീക്കം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 വയസ്സ് തൊട്ട് ട്രെയിനിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ട്രെയിനിങ്? നിങ്ങളെ ഇഷ്ടങ്ങളൊന്നും നടക്കില്ല.
നിന്റെ ഇഷ്ടം നടക്കുകയാണ്. ഇതാണ് ട്രെയിനിങ്. ഇത് പാരന്റിന് ചെയ്യാനുള്ള മനസ്സുറപ്പ് ഉണ്ടായി കഴിഞ്ഞാലേ കുട്ടി അത് പഠിക്കണുള്ളൂ, ആ ഇമോഷൻ പഠിക്കണുള്ളൂ. മനസ്സിലായോ? ഇഷ്ടമുള്ളതെല്ലാം നല്ല എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ലോകത്ത് ആ ഇഷ്ടത്തിലേക്ക് ഞാൻ പോവരുത് എന്ന് വെക്കാനുള്ള പഠിപ്പുണ്ടല്ലോ, അതാണ് ഇന്നത്തെ കാലത്തെ വിജയം. മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ വേറെ 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 ചലഞ്ചസ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഹാപ്പി ആവാൻ പറ്റും. ഞാനൊരു ഓസ്ട്രേലിയൻ പയ്യനെ ഇവിടെ വെച്ച് കണ്ടു. അവന് വേരുകള് മദ്രാസിലുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ട്രെയിനിൽ പോണ സമയത്ത് ഓസ്ട്രേലിയക്കാരനായ ഒരു ചെക്കൻ, അവന്റെ അച്ഛന്റെ ഫാമിലി മദ്രാസിലുണ്ട്. അതുകൊണ്ട് തമിഴ് പഠിക്കാൻ വേണ്ടി ഒരു കൊല്ലമായിട്ട് ഈ പറഞ്ഞ പോലെ തമിഴ് പഠിക്കാൻ വേണ്ടി അവൻ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യത്തെ ഭാഷയും കാര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഓസ്ട്രേലിയക്കാരനാണ് അവൻ. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, നീ സിനിമ ആണല്ലോ എന്ന് ചോദിച്ചു. നോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പം അവന്റെ 2 പാരന്റ്സും വർക്കിംഗ് ആണ്. അവനാകെ ചെയ്യാനുള്ളത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനക്ക് ഇഷ്ടമുള്ള ഏത് ഡിവൈസ് യൂസ് ചെയ്ത് ഇഷ്ടമുള്ള എത്ര അളവിൽ വേണമെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുക, ആവശ്യമുള്ള ഭക്ഷണം ഡെലിവറി ചെയ്ത് വാങ്ങിച്ചു കഴിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇതെല്ലാം കൂടി ചെയ്തിട്ട് ഇവനിപ്പം ഐ ക്യാൻ ബി ഹാപ്പി വിത്തൗട്ട് എനിത്തിങ് എന്ന കണ്ടീഷൻ ഞാൻ പഠിച്ചു എന്നാണ് അവൻ പറയണത്. എനിക്ക് സന്തോഷിക്കാനും എനിക്ക് സമാധാനം ഫീൽ ചെയ്യാനും ഞാൻ മാത്രം മതി, എൻ്റെ ഈ ആരോഗ്യമുള്ള ശരീരം മതി, എനിക്ക് ചുറ്റിലുള്ള കാഴ്ചകൾ മതി. ഈ രീതിയിലേക്ക് ഞാൻ എത്തി എന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് അവൻ പറയുകയാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ വൈഫൈ ഉണ്ടോ എന്ന് ചോദിക്കും, ഡാറ്റ ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ മൊബൈൽ അവൈലബിൾ ആണെങ്കിൽ മൊബൈലിൽ ഗെയിം ഉണ്ടോ എന്ന് ചോദിക്കും. വെറുതെ ഇരിക്കാൻ കുട്ടിക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ പാരന്റ് വെറുതെ ഇരുന്നങ്ങാണ്ട് ഇങ്ങോട്ട് ബോറടിക്കാൻ നമുക്ക് കഴിവുള്ള ഒരു സാധനമാണ് ബോറടി, അല്ലേ? ബോറടിക്കാനുള്ള കപ്പാസിറ്റി വേണ്ടേ? അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, വികാരങ്ങളിൽ നെഗറ്റീവ് വികാരങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ട്രെയിനിങ് കിട്ടണില്ല കുട്ടികൾക്ക്. ഇടങ്ങേറിനുള്ള ട്രെയിനിങ് കിട്ടണം, ദേഷ്യത്തിനുള്ള ട്രെയിനിങ് കിട്ടണം, നിരാശക്കുള്ള ട്രെയിനിങ് കിട്ടണം, തോൽവിക്കുള്ള ട്രെയിനിങ് കിട്ടണം, അസൗകര്യത്തിനുള്ള വലിയ ട്രെയിനിങ് കിട്ടണം. അസൗകര്യങ്ങള് ആഗ്രഹങ്ങള് നടക്കാതെ അങ്ങനെ സ്വീപ്പാവണം. ഇതിലൊക്കെയാണ് ആൾക്കാർക്ക് വിജയങ്ങളുള്ളൂ, അല്ലേ? നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യണല്ലേ? കോൺഫ്ലിക്റ്റ് ആണോ? വഴക്കുണ്ടോ? ഇല്ല. ഇതൊക്കെ ചെയ്യൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്ന് റെസിപ്പി നോക്കിയാണ്ട് ഉണ്ടാക്കും. പിന്നെ നല്ല പുതിയ എന്തെങ്കിലും ഒരു ഇറ്റാലിയൻ ഡിഷിന്റെ റെസിപ്പി, നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ റെസിപ്പി, ഇതൊക്കെ നമ്മൾ നോക്കി ഉണ്ടാക്കും, അല്ലേ? ഇതുപോലെ ഒരുപാട് ചെയ്യാനുള്ള കാര്യങ്ങൾക്കും യൂട്യൂബിലും ഗൂഗിളിലും കണ്ടന്റ് അവൈലബിൾ ആണ്. ശരിക്കും ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് പോവാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രായമുള്ള കുട്ടിയാണ്. ആ ഓരോ പ്രായമുള്ള കുട്ടീൻ്റെ കൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. ചിലർക്ക് ഭർത്താവ് കൂടെ ഉണ്ടാവും, ചിലർക്ക് ഭർത്താവിന്റെ പാരന്റ്സ് കൂടെ ഉണ്ടാവും, ചിലർക്ക് സ്വന്തം പാരന്റ്സ് കൂടെ ഉണ്ടാവും, ചിലർക്ക് ആരും ഉണ്ടാവില്ല, കുട്ടിയും തള്ളയും മാത്രം ഉണ്ടാവും. ഇങ്ങനെ ഓരോ സാഹചര്യമാണ്. ഓരോ സാഹചര്യത്തിനും ഓരോ ചലഞ്ചാണ്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്ന പാരന്റ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്ന പാരന്റ് ഉണ്ടാവും, അല്ലേ? ഒന്നും ചെയ്യാനില്ലാണ്ട് സമയം വെറുതെ നഷ്ടപ്പെടുന്നത് കൊണ്ട് നിരാശ അനുഭവിക്കണ പാരന്റ് ഉണ്ടാവും. വ്യക്തി എന്നുള്ള രീതിയിൽ ഓരോ പാരന്റും അനുഭവിക്കണ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ ഓരോ പ്രശ്നത്തിനും പരിഹാരം ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ്. ഇത് എങ്ങനെ തേടി പിടിക്കാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ പറഞ്ഞ പോലെ AI ഇല്ലേ, AI-നോട് ചോദിച്ചാലോ യൂട്യൂബിനോട് ചോദിച്ചാലോ ഒക്കെ ഇതിനുള്ള കണ്ടന്റ് അവൈലബിൾ ആണ്. മിക്കവാറും കണ്ടന്റ് ഇംഗ്ലീഷിലാവും, അത് മലയാളീകരിക്കാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിന് കഴിയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിങ്ങാണ്ട് യു ക്യാൻ റേസ് യുവർ ചിൽഡ്രൻ വെരി വെൽ. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ ഇപ്പം ഉള്ളതിനേക്കാളും ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് പറഞ്ഞാൽ എഡ്യൂക്കേഷണലി മാത്രമല്ല, അക്കാഡമിക്കലി കുട്ടികൾ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും സൈക്യാട്രിസ്റ്റിൻ്റെ മെഡിസിൻ കഴിക്കുമ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും IAS ഉദ്യോഗസ്ഥരും കൗൺസിലിംഗ് സഹായം തേടി വരുമ്പോൾ, അല്ലേ? നമ്മൾ ആലോചിക്കുകയാണ് ഇവർ പഠിക്കണതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇവരെ മെൻ്റൽ ഹെൽത്ത് ഇവർ ഇൻടാക്റ്റ് ആക്കിയിട്ട് കൊണ്ട് നടന്നില്ല. ആലോചിക്കല്ലേ? ഇതൊക്കെയാണ് വലിയ ആളായിട്ട് ഇരിക്കണേ. ഇതാ ഇയാൾക്ക് ഇന്ന അത്രയും കൂടി അറിയില്ല എന്ന് തോന്നണം. നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ പലരെയും, അല്ലേ? നമ്മൾ വല്ലാണ്ട് ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞ സിനിമാക്കാരെ പല പ്രശ്നങ്ങളും ഇപ്പം അടുത്ത് കേട്ടപ്പോൾ നമ്മൾ ആലോചിച്ചു,
ഞങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യം എവിടെയും കേട്ടിട്ടില്ല അല്ലേ. ഒരുപാട് ബഹുമാനം അവരുടെ ആക്ടിങ്ങിലും അവരുണ്ടാക്കിയ കരിയറിലും ഒക്കെ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ വലിയൊരു സംഭവമാണ് രാഷ്ട്രീയക്കാർ. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വലിയൊരു പിക്ചറ് സമൂഹത്തിന്റെ മുന്നിലുണ്ടാവുമ്പോൾ മറ്റേ സൈഡിൽ മാനസികാരോഗ്യവും വ്യക്തി നിലയിലുള്ള വികാസവും ഇല്ലാണ്ടാവുന്നത് ഈ പറഞ്ഞ പോലെ പലതിലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, മതി എന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഐ ആം ഫൈൻ, എനിക്കുള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനാണെന്നുള്ള ഫീലിംഗ് വരാത്തതുകൊണ്ടാണ്. ആ ട്രെയിനിങ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് 2024-25 ഈ ഒരു കാലത്തിൽ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ആ ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ബാക്കി പാരൻറ്റിങ്ങിൻ്റെ കുറച്ച് വിഷയങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയാനായിട്ട് എനിക്ക് തന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് പാരൻറ്റിങ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ചെറുതായി ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ചലഞ്ചസും ശ്രദ്ധിക്കേണ്ട ഒരു പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ ഡീൽ ചെയ്യണ ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കേട്ടറിഞ്ഞിട്ടോ അനുഭവിച്ചിട്ടോ ഉള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ ഇവിടെ ഒരു ചർച്ച തുടങ്ങി വെക്കുക. അതനുസരിച്ച് നമുക്ക് ഓരോരോ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് സമയപരിമിതിക്കുള്ളിൽ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.